ഇനി സിറ്റി വിഷൻ പരമ്പര ആനക്കലിയുടെ ഇരകൾ. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി ചിന്നക്കനാലിലെ കർഷകർ. ചക്കക്കൊമ്പനടക്കമുള്ള 15 ആനകളടങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി ആദിവാസി കർഷകരുടെ കൃഷി നശിപ്പിച്ചു. 301 കൃഷിയിടത്തിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം ഏലം കൃഷി നശിപ്പിച്ചത്. കർഷകരുടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുമ്പോഴും 1 രൂപ പോലും വനംവകുപ്പ് നഷ്ടപരിഹാരവും നൽകുന്നില്ല. ശക്തമായ മഴയും കാറ്റും വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. ഇതിനൊപ്പമാണ് ബാക്കിയുള്ള കൃഷിവിളകൾ കാട്ടാനയും നശിപ്പിക്കുന്നത്. കാട്ടാനകൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലെത്തി തമ്പടിച്ചാണ് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. ആദിവാസി മേഖലയായ ചിന്നക്കനാൽ 301 ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള 15ഓളം വരുന്ന കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷിയാണ് നശിപ്പിച്ചത്. 301 കർഷകരായ ചന്ദ്രൻ, ഉലകൻ, മിനി ബെന്നി എന്നിവരുടെ ഏലം കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. മണിക്കൂറുകൾ കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിൽ തമ്പടിച്ചു. കടം വാങ്ങിയും ബാങ്ക് വായ്പയെടുത്തു നടത്തിയ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. '301 മാത്രമല്ല, ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ഠമടക്കമുള്ള പ്രദേശത്തും കാട്ടാനശല്യം രൂക്ഷമാണ്. ഇവിടങ്ങളിൽ കർഷകർക്കുണ്ടാകുന്ന കൃഷിനാശത്തിന് നാളിതുവരെയായി 1 രൂപ പോലും ധനസഹായം വനം വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. അടിയന്തരമായിട്ട് വനം വകുപ്പ് കർഷകർക്ക് കൃഷിനാശത്തിനുള്ള നഷ്ടം, വന്യജീവികൾ മൂലം ഉണ്ടാകുന്ന കൃഷിനാശത്തിനുള്ള നഷ്ടം അടിയന്തരമായി അനുവദിച്ചു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. സ്വർണം പണയപ്പെടുത്തിയും കടം വാങ്ങിയും ഇറക്കിയ ചിന്നക്കനാൽ പഞ്ചായത്തിലെ നിരവധി കർഷകരുടെ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത്. കർഷകർക്ക് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വനം വകുപ്പ് അടിയന്തര ധനസഹായം നൽകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ ആവശ്യപ്പെട്ടു. നിരവധിയായിട്ടുള്ള BL റാവ്, സിംഗകണ്ഠം, മുത്തമ്മച്ചോല എന്നീ ഏരിയകളിലെല്ലാം നിരവധി തോട്ടങ്ങളാണ് ആന രാപകലില്ലാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകർ പട്ടയമില്ലാത്ത സ്ഥലമായതിനാൽ അപേക്ഷകൾ കൊണ്ട് വെച്ചും ഫോറസ്റ്റുകാരോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ഇതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്തെങ്കിലും കർഷകർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ നിന്ന് ഒരു ധനസഹായം നൽകി അവരെ രക്ഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേസമയം വനം വകുപ്പ് RRTA അടക്കം ആനയെ നിരീക്ഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കൂട്ടമായിട്ടെത്തുന്ന കാട്ടാനകളെ കൃഷിയിടത്തിൽ നിന്നും തുരത്തുന്നതിന് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഒപ്പം ധനസഹായങ്ങൾ നൽകാത്ത വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.